കണ്ണുനീരില്ല വീട്ടിൽ ചെന്നു ചേരുന്ന നാൾ വരെയും കണ്ണുകളുയർത്തി പാടിടും ഞാൻ നാഥന്റെ സ്നേഹമെന്നും. ദൈവനാമത്തിന് നന്ദിയോടെ ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം ചെയ്യുന്നു. സംഭവമായ ദിനങ്ങളൊക്കെയും തിരിച്ചു വരാതെ നമ്മളെ വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം തീരുവാൻ ഇനിയും വിരലിലെണ്ണാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ന് ഡിസംബർ 22 സൺഡേ ആണ്. ഈ വരുന്ന ആഴ്ച നമ്മുടെ കർത്താവിൻ്റെ ജനനം അനേകർ അർത്ഥമെന്താണെന്നറിയാതെ കൊണ്ടാടുന്ന ദിവസങ്ങളാണ്. എന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി വന്ന് 33.5 തിരുവയസ്സ് വരെ ജീവിച്ച് അനേക അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ ചെയ്ത് മരിച്ച ശരീരങ്ങളെ ജീവിപ്പിച്ച് അനേകം നിരാലംബരായിട്ടുള്ള ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്ത് കണ്ണു കാണാൻ മേലാതെ വഴിവക്കിലിരിക്കുന്നവനെ തൊട്ട് സൗഖ്യമാക്കിയ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കുരിശിന്മേൽ മരിച്ചു. ഹല്ലേലൂയ. ആ തിരുശരീരം വാടകയ്ക്കെടുത്ത ഒരു കല്ലറയിൽ അടക്കം ചെയ്തു എന്നാണ് ഹിസ്റ്ററി നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ആ വാടകയ്ക്ക് അരിമത്തിയിലെ ജോസഫിൻ്റെ ആ കല്ലറ വാടകയ്ക്കെടുത്തതായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ തിരുജനനവും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു പശുത്തൊഴുത്തിൽ ജനനം കൊണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോക ചരിത്രത്തിൽ ഇതുവരെ ആരും പശുത്തൊഴുത്തിൽ ആരും ജനിച്ചതായിട്ട് അറിവില്ല. നമ്മുടെ കർത്താവ് അങ്ങനെയാണ് ജനിച്ചത്. ആ തിരുജനനം ലോകജാതികൾ അന്ധമായിട്ട് കൊണ്ടാടുകയാണ്. എന്നാൽ ജീവനുള്ള ദൈവം എന്നാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്നത്, അന്നാണ് അവൻ യഥാർത്ഥമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ജനനം കൊണ്ടാടേണ്ടത്. ഈ വചനം അങ്ങനെ പഠിപ്പിക്കും. കർത്താവിനെ രുചിച്ചറിഞ്ഞ് രക്ഷയുടെ മാർഗത്തിലേക്ക് വരുന്ന അന്ന് മുതൽ അന്ന് ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. ഒരു വരനെയും വധുവിനെയും രണ്ട് ഭാഗത്ത് എത്ര നാൾ നിർത്തിയാലും അവർ ഭാര്യാഭർത്താക്കന്മാരാകുകയില്ല. എന്നാൽ ദൈവം അവരെ കൂട്ടി വിയോജിപ്പിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ അവരൊരു കുടുംബമാണ്, ഒരു ദേഹമാണ്. ഹല്ലേലൂയ. അതേ സിമ്പല് തന്നെ എത്ര നാൾ ജനനം കൊണ്ടാടിയാലും എത്ര നാൾ കർത്താവിൻ്റെ തിരുമരണം ആഘോഷിച്ചെന്ന് പറഞ്ഞാലും അവൻ്റെ ഹൃദയത്തിൽ എന്ന് ജനിക്കുന്നുവോ അന്നാണ് യഥാർത്ഥമായിട്ട് ക്രിസ്തു അവനിൽ ജനിക്കുന്നത്. അന്നാണ് ക്രിസ്തുവിൻ്റെ ജനനം അവൻ രുചിച്ചറിയുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായിട്ട് സ്വീകരിച്ചവൻ, ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയ കാലം അവൻ മറന്നുപോയി. അതെന്തുമാകട്ടെ അത് ദൈവം മാറ്റിത്തന്നു. പാപം ചെയ്ത് കൊള്ളരുതാത്തവരായിട്ട് നടന്ന ആ പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്ന് നമുക്കായിട്ട് മരിച്ചത്.
അതുകൊണ്ട് എത്രമാത്രം പാപം ചെയ്ത് കൊള്ളരുതാത്തവനായിട്ട് തീർന്നെന്ന് പറഞ്ഞാലും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നവൻ തീർച്ചയായിട്ടും ദൈവത്തിന് സ്വന്തമാണ്. ഹല്ലേലൂയ. അതൊരു ചെറിയ കാര്യമല്ല, ഒരു ചെറിയ പദവി പോലുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജനിച്ച് മരിക്കുന്നതിന് മുമ്പ് ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഈ ലോകത്തിലേക്കും ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു സംഗതി, വിലയുള്ളതായിട്ടുള്ളൊരു സംഗതി. ഞാൻ ചിന്തിക്കുമ്പോൾ മോസ്റ്റ് ഇൻക്രീഡിബിൾ തിങ്, ആ ഒരു കണക്ഷനിൽ ദൈവത്തിലേക്ക് വന്നാൽ അവരൊരിക്കലും പിന്മാറുകയില്ല. ദൈവത്തെ രുചിച്ചറിഞ്ഞ് വരുന്നവരായിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് ഇത്രയും കാര്യങ്ങൾ പറയുവാനായിട്ടുള്ള മുഖാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വരുന്ന ആഴ്ചകളിലൊക്കെ കർത്താവിൻ്റെ തിരുജനനം എന്ന് പറഞ്ഞ് ഒരു ഡേറ്റ് എടുത്ത് വെച്ചിട്ട് സത്യക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ അന്ധമായിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടും. യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ടാടേണ്ടത് ക്രിസ്തു ഉള്ളത്തിൽ ഒരുവൻ്റെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ ആ ദിവസമാണ്. ഹല്ലേലൂയ. സങ്കീർത്തന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ 27-ാം സങ്കീർത്തനമാണല്ലോ നമ്മൾ വായിച്ചത്. ദാവീദിൻ്റെ കഷ്ടതയിൽ ജീവനിൽ കൊതി പൂണ്ട് അവൻ ഇരിക്കുമ്പോൾ ദൈവം അവനെ വിടുവിച്ചതായിട്ടുള്ള ആ സാഹചര്യത്തിൽ നിന്ന് അവരെഴുതിയ ഒരു കത്താണ് 27-ാം സങ്കീർത്തനം. അതായത് ഗോല്യാത്തിൻ്റെ സഹോദരൻ അവനെ വെല്ലുവിളിച്ച് അവനെ കൊല്ലുവാനായിട്ട് വരുന്ന സമയത്ത് അവനെ തടഞ്ഞു നിർത്തി അവനിൽ നിന്ന് രക്ഷിച്ച് ദൈവം അവനെ പിന്നെയും ജീവനുള്ള അവനാക്കി തീർത്തു എന്ന് പറഞ്ഞത് ആ വലിയ ഉപകാരത്തിൽ നിന്ന് എഴുതിയതാണ് ഈ 27-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. ഇസ്ബി ബെനോബ് ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുകയും അതിൽ നിന്നും രക്ഷ പ്രാപിക്കുകയും ചെയ്ത ശേഷം എഴുതിയ ഒരു സങ്കീർത്തനമായിട്ട് ഇത് പരിഗണിക്കപ്പെടുന്നു. ഈ ഇസ്ബി ബെനോബ് എന്ന് പറയുന്ന മനുഷ്യൻ ഗോല്യാത്തിൻ്റെ സഹോദരനായിരുന്നു. ആ എഴുതിയ കാലഘട്ടത്തെക്കുറിച്ച് ഇതിൽ നിന്നും വ്യക്തമായ ഒരു സൂചന ലഭിക്കുന്നില്ല. എങ്കിൽ തന്നെയും ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ 27-ാം സങ്കീർത്തനം. അതിൻ്റെ ആദ്യത്തെ വാക്യം തന്നെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാവുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഈ വാക്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങോളം ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ രുചിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ മാറ്റിവെച്ച ആ സമയം മുതൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ.
അത് കർത്താവിൻ്റെ കൂടെ ആ ലക്ഷ്യത്തിൽ എന്ന് ഞാൻ എത്തുന്നോ അന്ന് ആ വലിയൊരു പ്രത്യാശ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് ദൈവം നടത്തണം. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടുവാനോ പ്രയാസപ്പെടുവാനോ ആവശ്യമില്ലാത്ത രീതിയിൽ എത്ര വിഷമം പിടിച്ച ഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് അത്ഭുതമെന്നേ തോന്നാനുണ്ട്. ഹല്ലേലൂയ. അതായത് അതെങ്ങനെ നടക്കും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട സമയത്ത് നീ ധൈര്യമായിട്ട് പോകാം, നിനക്ക് വേണ്ടി ഞാൻ അവിടെ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഈ കർത്താവിനെ രുചിച്ചറിഞ്ഞ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ ഞാൻ അനുഭവിക്കുന്ന വിടുതലാണ്. എനിക്ക് മറ്റാരെക്കുറിച്ചും അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ലോകത്തെ കഴിഞ്ഞും എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഓടുന്നതിൻ്റെ പ്രധാന കാര്യം. ഹല്ലേലൂയ. അത് തന്നെയാണ് ഇവിടെ ദാവീദും കോറിയിട്ടിരിക്കുന്നത്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന ഇസ്ബി ബെനോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഗോല്യാത്തിൻ്റെ സഹോദരനാണ്. ഏകദേശം അത്രയും തന്നെ വലിപ്പമുള്ള മനുഷ്യനാണ്. അവൻ വാളും പിടിച്ച് ദാവീദിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആ കാഴ്ച മനസ്സിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അപ്പോഴാണ് ആ പ്രയാസത്തിൽ നിന്ന് ദൈവം മാറ്റും എന്നുള്ള ആ വലിയ ചങ്കുറപ്പുണ്ടല്ലോ. ഒരുവൻ കത്തിയും പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നീ എന്നെ ഒന്നും ചെയ്യുകയല്ല, തൊടുകയല്ല. അല്ലെങ്കിൽ മൈസൂരിലേക്കുള്ള യാത്രയിൽ ആ വനമധ്യേ നമുക്ക് മുമ്പായി ഒരു കൊമ്പൻ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ ഈ ഇടയിൽ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുവാൻ സാധിച്ചു. ചങ്കുറപ്പുള്ളവർ ആരാണെന്ന് പറഞ്ഞാൽ അനങ്ങാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഒരു കാര്യം പറയാനുണ്ട്. യഹോവയുടെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും. ഹല്ലേലൂയ. അതൊരു വെല്ലുവിളിയാണ്. കൈ ഉയർത്തി അവിടെ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയണമെന്ന് വരിയിൽ അത് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരുവന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. വെല്ലുവിളിച്ച് കൊമ്പ് ഉയർത്തി ഇങ്ങനെ നടന്നു വരുന്ന ആനയുടെ മുമ്പിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ച വിശ്വാസമില്ലാത്തവൻ പറയും ഇയാൾക്ക് വട്ടാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അദൃശ്യനായ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ വന്ന് ആനയെ തിരിച്ചു വിടുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് എതിരായിട്ട് ഏത് രോഗങ്ങൾ വെല്ലുവിളിക്കട്ടെ, ഏത് പ്രയാസങ്ങൾ വെല്ലുവിളിക്കട്ടെ, ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുന്നവന്റെ മുമ്പിൽ ഇതൊന്നും ഒരു വലിയ കാര്യമേ അല്ല. ഹല്ലേലൂയ. എരിഹോ മതിൽ തകർന്നു വീണ ചരിത്രമൊക്കെ നമുക്കറിയാം. ഒരു വലിയ ക്രൂയിസ് മിസൈൽ ഒന്നും വീണല്ല ആ മതിൽ തകർന്നത്, ആണോ? ആർപ്പോടെ 7 പ്രാവശ്യം ആ മതിലിന് ചുറ്റും നടന്ന് ഹല്ലേലൂയ സ്തോത്രം ചെയ്തു. അപ്പോൾ ആ എരിഹോ മതിൽ വീഴുന്നതിനുള്ള മുഖാന്തരം ദൈവം ഉണ്ടാക്കി. ചെങ്കടലിന്റെ മുമ്പിൽ ഇനി എങ്ങനെ മുമ്പോട്ട് പോകും? പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്കെതിരായിട്ട് അടുത്ത് വരുന്ന പടജ്ജനം അവർ വാളുമേന്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇനി മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചില്ലെന്ന് വരികിൽ മോശയോട് അഹരോനോടും ജനങ്ങൾ പിറുപിറുക്കാൻ തുടങ്ങി. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ ഞങ്ങൾ അവിടെ കഴിഞ്ഞിരുന്നത് വല്ലതും കഴിച്ചുകൊണ്ടായിരുന്നു. അടിമ പോലെ പണി ചെയ്താലും വല്ലതും കഴിക്കാൻ കിട്ടും. എന്നാൽ അവിടുന്ന് ഓടി ഇവിടം വരെ വന്നിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വാളുമായിട്ട് നിൽക്കുന്നവരെയാണ് കാണുന്നത്. നീ ഞങ്ങളെ ഇവിടെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ? ഹല്ലേലൂയ, സ്തോത്രം. മോശയും അഹരോനും മുട്ടുമേൽ നിന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ആ ഭാഗം ഒന്ന് കാണുക. പിന്നെയും ഞാൻ ആ വാക്യം വായിക്കുകയാണ്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? മോശയോട് പറഞ്ഞു, നീ സകല ജനവും കാണുക, എഴുന്നേറ്റ് വടി നീട്ടുക, കൈ നീട്ടുക. ഹല്ലേലൂയ. ചെങ്കടൽ രണ്ടായിട്ട് പിളർന്ന് അവർക്ക് വേണ്ടി പാതയൊരുക്കി. അതുപോലെ തന്നെ മിസ്രൈം പടക്കൂട്ടവും അതിൻ്റെ രാജാവും എല്ലാം ആ കടലിൽ മുങ്ങിപ്പോകത്തക്കവണ്ണം ദൈവം അതിനെ തിരിച്ചും കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ വിടുതൽ. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് 27-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. സാധാരണ കശാപ്പ് ശാലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ മിണ്ടാപ്രാണികളുടെ കുറവുകളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്. അതാണ് നമ്മൾ മാംസം എന്ന് പറയുന്നത്. ഇത് ശത്രു ഇവനെ കൊത്തി നുറുക്കാനായിട്ട് ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായേക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഭയപ്പെടാൻ അവിടെയും ഒന്നുമില്ല. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൽ ക്യാൻസർ ആണെന്ന് ഡോക്ടർ ആ ബയോപ്സി റിസൾട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. ഇനി ഏതാനും മാസങ്ങളോടെ ഉള്ളു ജീവിതം. ഈ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ അവന് ക്യാൻസറുമാണ്. ഹല്ലേലൂയ. യഹോവ എൻ്റെ ജീവന്റെ ബലം. ഹല്ലേലൂയ. ഞാൻ ആരെ പേടിക്കും? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവന് ഈ ഭൗമിക ലോകത്തിൽ പേടിക്കുവാനായിട്ടൊന്നുമില്ല. കാരണം അവൻ ആരുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നറിയാം? ഈ ലോകത്തെയും സർവചരാചരങ്ങളെയും അണ്ടകടാകങ്ങളെയും രാത്രിയിൽ വീടിന് പുറത്തിറങ്ങി മേളിലോട്ട് നോക്കിയാൽ അറിയാം കർത്താവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച്. അതിനെല്ലാം വാക്കിനാൽ ഉളവാക്കിയ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആമേൻ. അത്ര വലിയവനായ ഒരു ദൈവത്തെ കാണുവാൻ, സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. അടുത്ത വാക്യം, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. ഹല്ലേലൂയ. ഇത്ര വലിയ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഒരു ചെറിയ കാര്യമല്ല. ആണോ? നമ്മുടെ ജീവിതത്തിലെ അതിപ്രധാനമായ കാര്യമാണ്.
ദൈവത്തെ അറിയുക എന്നുള്ളത്. അതായത് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ 1 വയസ്സുള്ള കുഞ്ഞ് നമ്മൾ അറിയുന്നില്ല, രാത്രി സമയമാണ്, അല്ലെങ്കിൽ 5 വയസ്സുള്ള കുഞ്ഞ് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അടുക്കളയിൽ വല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അവനെ ഇങ്ങനെ ഇറങ്ങി പിച്ച് റോഡിലോട്ട് പോയി. നമ്മൾ കാണുന്നില്ല, നമ്മൾ കതവ് അടച്ചു. പിന്നെ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ദൈവവുമായിട്ടുള്ള കണക്ഷൻ വിട്ടു കഴിഞ്ഞാൽ ദൈവം പിന്നെയും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ നോക്കുമ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല, നമ്മൾ അലറിക്കൊണ്ട് ഓടും. ഹല്ലേലൂയ. എന്ന് ആ ബന്ധം എന്താ ബന്ധമാ? ഈ ലോകത്തിലെ ബന്ധമാ അമ്മയും കുഞ്ഞും എന്നുള്ളൊരു ബന്ധം, അപ്പനും മകനും എന്നുള്ളൊരു ബന്ധം. ആ ബന്ധമൊന്നുമല്ല. ഹല്ലേലൂയ. ഇത് അതിലും വലിയ ബന്ധമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഈ സ്നേഹബന്ധത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. അതിലും വലിയൊരു ബന്ധമാണ് ഈ കർത്താവുമായിട്ടുള്ള ബന്ധം. ഈ ബന്ധത്തിലേക്ക് വരാത്ത ഒരുവനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ഹതഭാഗ്യം. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഹല്ലേലൂയ. ആമേൻ. ഈ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. ജീവിതത്തിന് മീനിങ് ആണ്. പിന്നെയും ദാവീദ് എഴുതിയിരിക്കുകയാണ്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അതിൽ കൂടുതൽ എന്തോ വേണം? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഹൂതന്മാർ അനുഭവിച്ച പോലെയുള്ള മരണതുല്യമായ പീഡനങ്ങൾ ഈ ലോകത്തിൽ ആരും അനുഭവിച്ചിട്ടില്ല. ചരിത്രം അത് പറയുന്നു. പക്ഷേ ദൈവം അവരെ ഉപേക്ഷിക്കുകയില്ല. ഇപ്പോഴും ഇസ്രയേലിൽ ഒരു കുടുംബം പോലും ഉറങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ആ ഗൾഫ് മേഖലകളല്ല, ഇന്നും അവരെ ഒന്നും ചെയ്യുവാൻ ഒരു രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല, ഇനിയും കഴിയുകയുമില്ല. വാഗ്ദത്ത ജനമാണ്. അതേപോലെ തന്നെ ദൈവത്തെ അറിഞ്ഞ ഒരുവൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പേര് സ്വർഗത്തിൽ അന്നേരം എഴുതുകയാണ്. പാസ്പോർട്ട് ഓരോ രാജ്യത്തെയും കിട്ടുകയില്ല. ഇവിടുത്തെ പാസ്പോർട്ടിന് വേണ്ടി ഇപ്പോൾ എന്തുമാത്രം പേര് ഓടി നടക്കും. അതേ കമ്പ്യൂട്ടറിൽ അവർ ടൈപ്പ് ചെയ്ത് കയറ്റിക്കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും അവിടെ കാണും. എന്ന് പറയുന്ന പോലെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതൊരു ചെറിയ കാര്യമല്ല. ഫോർ എവർലാസ്റ്റിംഗ് ലൈഫാണ് ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു നാൾ മരിക്കുമെന്നുള്ളത് സുനിശ്ചിതമായ കാര്യമാണ്. പകൽ പോലെ സത്യമാണ്. നീയും ഞാനും ഈ ഭൂമിയിൽ നിന്ന് ഒരു നാളിൽ കടന്നു പോകും. സകലതും വിട്ട് കയ്യേലയും കാതേലും എല്ലാം വലിച്ചു പറിച്ച് ആരെങ്കിലും എടുക്കും. ബാങ്കിലിട്ട പൈസ മുഴുവൻ വല്ലവനും കൊണ്ടുപോകും. അന്ന് വരെ ഉപയോഗിച്ചിരുന്ന കാറും വീടും എല്ലാം മറ്റുള്ളവർ കയ്യേറും. ഒരു പെട്ടിയിലാക്കി
മുഖത്ത് തുണി വലിച്ചിട്ട് അതിൻ്റെ മൂടി അടച്ച് അങ്ങോട്ടൊരു തള്ളുണ്ട്. അവസാനം അതാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ മരിക്കുന്നവൻ്റെ ആത്മാവ് അത് കർത്താവിനോടുകൂടെ എവർലാസ്റ്റിംഗ് ആയിട്ട് വസിക്കും, എന്നേക്കിനും നശിച്ചു പോകാതെ ഇമ്പങ്ങളുടെ പർദീസയിൽ. ആ ലക്ഷ്യമാണ് നമുക്ക് വേണ്ടിയത്. ലോകത്തിലെ എല്ലാം ചവറ് ഇന്നല്ലെങ്കിൽ നാളെ മാറ്റപ്പെടും. പക്ഷേ ഈ ലോകത്തിൽ ഇന്ന് വരെ നമ്മൾ ജീവിക്കുന്നോ കർത്താവിൻ്റെ കൂടെ ആണെന്ന് വരികിൽ നമുക്ക് വേണ്ടിയതെല്ലാം ദൈവം നൽകിത്തരും. ഹല്ലേലൂയ. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ ഹോരേബ് വരെ ഓടുക. അവന് ഒന്നും തിരിച്ചു ചോദിച്ചില്ല. അവൻ്റെ ഷെൽട്ടറുകളൊന്നും എടുക്കാൻ അവൻ പുറകോട്ട് പോയില്ല. ആ പറഞ്ഞ ഉടനെ ആരാ പറയുന്നതെന്നറിയാം. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടിയത്. അവൻ പോയ സമയത്തെല്ലാം, അവൻ്റെ പ്രയാസഘട്ട സമയത്തെല്ലാം, അവൻ ചൂരച്ചെടിയുടെ അടിയിലിരുന്ന സമയങ്ങളിലെല്ലാം അത്ഭുതകരമായിട്ട് ദൈവം അവന് വേണ്ടിയ അപ്പവും ഇറച്ചിയും വേണ്ടിയതെല്ലാം നൽകി. വിധവയുടെ വീട്ടിൽ നിന്ന് വരെ, കെരീത്ത് തോട്ടിൽ നിന്ന് ഉള്ള ജലം വരെ ദൈവം അവന് കൊടുത്തു. കാക്കയുടെ ചുണ്ടിൽ നിന്ന് അപ്പം വരെ ദൈവം അവന് നൽകി. അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ലൗകിക കാര്യങ്ങളെപ്പറ്റി ദൈവമക്കൾ വ്യാകുലപ്പെടണം. ഒരേ ഒരു കാര്യം, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ച് അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. ആ ഒരു പ്രത്യാശയാണ് ദൈവമക്കൾക്ക് അനിവാര്യമായിട്ട് വേണ്ടത്. അല്ലാത്തവരൊക്കെ രക്ഷയുടെ മാർഗത്തിൽ വന്നു എന്ന് വിശ്വസിക്കാൻ എനിക്ക് സംശയമാണ്. അവർ രക്ഷയുടെ മാർഗത്തിലേക്ക് വന്നു എന്നൊക്കെ അവർ ഒരുപാട് സാക്ഷ്യം പറയും, ഡേറ്റുകളൊക്കെ എഴുതി വെക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിലേക്ക് അവർ കടന്നു വരണം. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ച് അത് തന്നെ ഞാൻ ആഗ്രഹിക്കും, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനാണ് എന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടിയുള്ള ഒരു വാസം. ഹല്ലേലൂയ. അത് യഥാർത്ഥമായിട്ട് those who have the hope to go with Jesus Christ, only they have the aim, they have the satisfaction. They don't worry about anything, whatever may happen in the world. They don't fear about it. What a hopeful life, whatever it is. അതാണ് അതിൻ്റെ അടുത്ത ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ എൻ്റെ ദൈവത്തെ എത്രമാത്രം സ്തുതിക്കുമെന്നറിയാമോ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്നെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ നീ എന്തിനാടാ പേടിക്കുന്നതെന്ന് എൻ്റെ ദൈവം എന്നോട് ചോദിക്കുന്നു. ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ? ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞ് അവന് എന്നതേലും വേണമെന്ന് ചിന്തിക്കുന്ന ഉടനെ എൻ്റെ പൈസ ഇല്ലല്ലോ, എൻ്റെ പേഴ്സ് എവിടെയാണെന്ന് അല്ല അവന് ചിന്തിക്കാനുണ്ട്. അവന് ഒരേ ഒരു കാര്യം, അവൻ്റെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കും. എന്നിട്ട് അപ്പ
എനിക്ക് മിഠായി വേണമെന്ന്. ഇല്ല മോനെ, ഒരു കുഞ്ഞവന് ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ തന്നെ നീ ദൈവത്തിൻ്റെ മകനാണോ? നീ കർത്താവിന് വേണ്ടി ഹൃദയത്തെ കൊടുത്ത് രക്ഷയുടെ മാർഗത്തിലേക്ക് വന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവനാണോ? ഹല്ലേലൂയ. അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുക. ആമേൻ. യഹോവയിലെ ദൈവം കരുതിക്കൊള്ളും. You don't worry about anything, whatever you may have, the difficulties in the life. He will do everything for you. അവസാനത്തെ 2 വാക്യങ്ങൾ നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഹല്ലേലൂയ. അവിടെയാണ് സംഗതിയുടെ പോക്കിരിക്കുന്നത്. എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നോക്കി ഇനി 3 മാസമേ ഉള്ളൂ, 4th സ്റ്റേജാണ്. ഇനി എനിക്കൊരു ജീവിതമുണ്ടോ? ഹല്ലേലൂയ. പലരും ചിന്തിക്കുന്ന എത്ര വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുന്നവനാണെങ്കിലും പതറിപ്പോകും. ഹല്ലേലൂയ. അങ്ങനെ ഒരുവൻ്റെ സാക്ഷ്യം ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കൺവെൻഷന് ശ്രദ്ധിക്കുവാനിടയായി. ഹല്ലേലൂയ. അതൊക്കെ പോട്ടെന്നേ, അതൊക്കെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ്റെ ജൽപ്പനങ്ങളും ഒക്കെയാണ്. ദൈവത്തിൻ്റെ കരം നിന്നെ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ ഏത് ട്യൂമറാകട്ടെ, ഏത് സർജറി ചെയ്യാൻ മേലാത്ത ബ്രെയിനിനകത്തുള്ള ട്യൂമറാകട്ടെ, ഹല്ലേലൂയ, നീ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുകയോ വേണ്ട. He will be healed. ആമേൻ. ഏത് രീതിയിലുള്ള പ്രയാസങ്ങളാകട്ടെ, നിന്റെ ഭാരമെല്ലാം എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. ഹല്ലേലൂയ. ഹോ, അതുപോലെ ഈ ഭൂമിയിൽ ആർക്കും പറയാൻ ഒക്കുകയല്ലോ കേട്ടോ. ആമേൻ. ഒരു മനുഷ്യന് പറയാൻ ഒക്കുവോ? ഞാൻ നിന്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തരാം എന്ന് ആർക്കെങ്കിലും പറയാൻ ഒക്കുവോ? പരിമിതികളുണ്ട്. ഞാൻ വേണം എന്തെങ്കിലും സഹായം ചെയ്യാം കേട്ടോ, അത് വേണം പറയാതിരിക്കും. കൂരിരുൾ താഴ്വരയിൽ ഞാൻ നടന്നിടുമ്പോഴും ഒട്ടും പതറാതെ താങ്ങി നടത്തുവാൻ കർത്താനൻ കൂടെയുണ്ട്. ഒട്ടും പതറാതെ താങ്ങി നടത്തുവാൻ കർത്തനൻ